Hey, how's it going? Thought maybe tonight might be super busy. They're younger bushes, like I said, they were planted in 2020. Hand in hand we roam. Love binds us in that. ഞങ്ങൾ ബില്ല് പേ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. കയറി ഇല്ല. ഹായ് ഓൾ, എന്തിൻ്റെ വിശേഷങ്ങളൊക്കെ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് ഒരു ഹണിബെറി പിക്കിങ്ങിന് പോകുമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് 4 to 8 ആണ്. അല്ലാത്ത ദിവസങ്ങൾ രാവിലെ തൊട്ട് 8 മണി വരെയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ. നമുക്ക് പുറത്ത് യാത്ര ചെയ്യാൻ കൊച്ചിനും കൊണ്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു 6 മണി, നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 53 മിനിറ്റാണ് സ്പോട്ടിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. പതുക്കെ ഒന്ന് വെയിലൊക്കെ ഒന്ന് മങ്ങി വരുന്ന സമയത്ത്. പിന്നെ സ്പോട്ട് അത്യാവശ്യം നല്ലതാണ്, കാരണം കുറേ ഫ്രണ്ട്സൊക്കെ പോയായിരുന്നു. നല്ല സ്പോട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട് അവിടെ. ഒരു ട്രെയിലൊക്കെ ഉണ്ട് നടക്കാൻ, പിന്നെ വൈനൊക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോബെറി പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സ്പോട്ടായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് ഈ വെയിലായതുകൊണ്ട് അത്ര നമുക്ക് പറ്റിയില്ല, കാരണം ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് ഇച്ചിരി ഒന്ന് വെയിൽ മാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമുക്ക് ഏകദേശം ഒരു 21 മിനിറ്റാണ് കേട്ടോ നമുക്കുള്ളത് ഇനി സ്പോട്ടിലേക്ക് എത്താനായിട്ട്. ഇവിടെ ആബി കരച്ചിലായതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോന്നു. അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പുറകിലേക്ക് പോന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. കാരണം മോങ്ടണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് കൂടുതലും കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. അതായത് കുറേ സ്ഥലങ്ങളുണ്ട് വീടുകൾക്ക്. നമ്മൾ അവിടെ താമസിക്കുമ്പോൾ അങ്ങനെ അധികം സ്ഥലങ്ങളില്ല. പക്ഷെ ഇവിടെ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പശു ഫാം അല്ലെങ്കിൽ ചോള കൃഷി അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. നമ്മൾ ഹൈവേയിലേക്ക് കയറാണ്. നമുക്കിനി ഒരു 29 മിനിറ്റും കൂടെ ഉള്ളൂ സ്ഥലത്തെത്താനായിട്ട്. ഒരാളെ കാറിലിരിക്കുന്ന രക്കാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ആ പോകുന്ന വഴി. കുറച്ച് അകത്തേക്ക് കയറിയിട്ടാണ് കേട്ടോ. എവിടെ ഫ്രണ്ടിലോ? Hey, how's it going? Good. Good. Yeah, we are here for the berry picking. Yeah, sure. Yeah. Did you bring anything to pick in? No, we don't have use our anything. Do you the have fair anything? baskets? Okay, yeah. Thank you. Wait. Okay, should.
How do you take money? Just cash. Just yeah. cash? Okay. The second row, I'm gonna go show you where to pick. Okay. Thank you. First time I'm hearing this thing, honeyberry. Yeah, it's even new in Canada. Is it? It's yeah. Oh. And it's even like in the world. It's only been cultivated since the 50s. Oh, okay. Yeah, it actually grows wild here, but the wild, like in the wild, it's super rare for one. And then if you do find it, Mm-hmm. fruit are super tiny and Ah. don't taste good. Oh, okay. But then like they've been breeding like in Japan and Russia since the 50s. Yeah. It's still like even like these new varieties. Just try to pick everything in a bush. Otherwise, is you show up and there's like one here and one there. Oh, okay. The covered one, just leave it like that. Yeah, I guess you probably didn't. That's a pick, size? Yeah. Usually? These are pretty small. These are younger bushes. Like I said, they were planted in 2020. Oh. Yeah, this is where we didn't. Well, there's a few bushes there that still have some back there, but. അവൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്ട്രോബെറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അവൾക്ക്. അല്ലാതെ ഇങ്ങനെ നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, പഴം അതൊന്നും കഴിക്കില്ല. ഇങ്ങനെയുള്ളതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞു ഇത് ഫുൾ ഓർഗാനിക് ആയതുകൊണ്ട് കുഴപ്പമില്ല, കൊടുത്തോളാൻ പറഞ്ഞു. ഞങ്ങളിവിടെ ചോദിച്ചു ഇവിടെ കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. പുള്ളി പറഞ്ഞത് ഇവിടെ ഇവര് തന്നെ ഉണ്ടാക്കുന്ന മാന്യൂർ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ വേറെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. വേറെ കെമിക്കൽ അങ്ങനൊന്നുമില്ല. കൊതുകുണ്ടല്ലേ? കൊതുകുണ്ട് കേട്ടോ. അന്നത്തെ അവസ്ഥയായിരിക്കും. തലയിൽ ഈച്ച വന്നിരിക്കണ്ടേ? അന്ന് മറ്റേ സ്ട്രോബെറി ഇറക്കാൻ പോയപ്പോൾ ഇതുപോലെയായിരുന്നു. കൊതുകായിട്ട് 2 ദിവസം മൊത്തം കിടപ്പായിരുന്നു, കൊതു കുത്തി ചൊറിഞ്ഞ്. ഇത് അവർ പറഞ്ഞ ഈ നെറ്റ് ഇട്ടേക്കണത് ഫുള്ള് ഇവിടെ കിളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അല്ലേ, കിളികളൊക്കെ വന്ന് കൊത്തി തിന്നാതിരിക്കാനായിട്ട് ഇട്ടേക്കുന്നതാണെട്ടോ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ച കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവുമെന്ന് ഓർത്തെ ബെറി. ഇത് അധികം വലിപ്പമല്ല, ചെറുതാ. പക്ഷെ മധുരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ കാണുന്ന ഈ അപ്പുറത്ത് കാണുന്നത് കണ്ടോ? അതെന്തുവാ ഇച്ചാ പറഞ്ഞേ? അതെന്ത് ബെറിയാന്ന് പറഞ്ഞത്? അത് ബെറിയല്ല, അത് ബ്ലാക്ക് കറന്റ്. അത് ഈ വീക്കിൽ അത് പിക്കിംഗ് ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് വേറെ എന്തൊക്കെയോ കുറെ ഒക്കെ പറഞ്ഞു വരും. എനിക്ക് കുറേ മനസ്സിലായില്ല കേട്ടോ, അത് വേറെ കേസ്. പിന്നെ അവർ പറഞ്ഞു നമുക്കിത് വേണമെങ്കിൽ ഈ നെറ്റ് തുറന്നിട്ട് നമുക്ക് പറിക്കാം, ഇത്രയും ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഇത് എല്ലാം പഴുത്ത് നിൽക്കണേ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഈ ഷീറ്റിലേക്ക് ചാടും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം അത് പറിക്കാനായിട്ടെന്ന് പറഞ്ഞു അവർ. എനിക്ക് ഇപ്പുറത്തെ ഒക്കെ ഇത് കഴിഞ്ഞതാന്ന് തോന്നുന്നു അല്ലേ, ഈ ഇട്ടേക്കണൊക്കെ. ഇത് നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ കഴിക്കാന്ന് തോന്നുന്നു കേട്ടോ. കഴിച്ചു നോക്കുക ചെയ്യാം. ഒന്ന് കഴിച്ചു നോക്കാം. മധുരം ഉണ്ട് കേട്ടോ. ചിലതിന് ഒരു ചെറിയ പുളിയുണ്ട്, പക്ഷെ കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കണേ. ഈ ഹണിബെറി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതെങ്ങനെയാ, ഈ ഒരു ബോക്സിനാണ് റേറ്റ് തന്നെ. അത് ഇത് ഹാഫിനാണെങ്കിൽ 5. അങ്ങനല്ല, ഇത് കറക്റ്റ്. ഇത് ആ ലെവലിൽ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ $8 ഇതൊക്കെ വരുള്ളൂ. എൽബിക്കാണ് അവർ $4 സംതിങ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് അവസാനമാണ് കേട്ടോ നമ്മൾ അവരവിടെ ചെന്ന് ഇതിന്റെ വെയിറ്റ് നോക്കിയിട്ടാണ് അവരെത്ര രൂപയാന്ന് പറയുള്ളൂ.
Sunny days with laughter, Abigail's bright smiles, Maria's gentle touch. We're running for miles through fields of daisies, hand in hand we roam, building up our dreams in this place called home. Oh, 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 we're family strong, joyful hearts where we belong. Love binds us in every song. Oh, 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 our love grows long. Morning cuddles tight, stories in the night, Maria's lullaby light, Abigail's pure delight. In this world so wide, you're my guide. We stand side by side. Our love bond. എങ്ങനെയുണ്ട് പറിച്ചിട്ട്? ഞാൻ പറിച്ച് മടത്തട്ടോ. ഞാൻ നേരം അടുത്തൊക്കെ ഞാൻ കൈമാറ്റം ചെയ്തു. കാരണം ഇത് ഇരുന്ന് പറിക്കണം, കുറച്ച് പാടാ. നമുക്ക് 4 ചെടി അയാൾ തുറന്നു വന്നത്. പക്ഷെ അല്ല, നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത് വേണ്ടി മാറ്റിക്കോളാൻ പറഞ്ഞു. അല്ല, ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ആ, ഇതിന്റെ അടിയിൽ നിറച്ചുണ്ട്. അവര് പറഞ്ഞട്ടോ നമുക്ക് വേണമെങ്കിൽ. അവർ പോയടാ, അവരിറങ്ങിയില്ല. അല്ല, അവര് പ്രത്യേക ഒരു കാര്യം പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് വന്നിട്ടേ ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് 2 എണ്ണം പറിക്കും, ഇത് ചെടിയിൽ 2 എണ്ണം പറിച്ചിട്ട് ഇങ്ങനെ നെറ്റ് തുറന്നിട്ട് പോകണം. വെറുതെ വേസ്റ്റ് ആയി പോവാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ എന്ന് പറഞ്ഞു പ്രത്യേകം. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ട് നമ്മള് വേസ്റ്റ് ആണ്, നമുക്ക് കഴിക്കുക എന്തെങ്കിലും ചെയ്തോ, വേസ്റ്റ് ആയി കളയരുത്. നെറ്റ് മാറ്റുമ്പോ സൂക്ഷിച്ച് മാറ്റാൻ പറഞ്ഞു അയാള്. എല്ലാം പഴുത്ത് നിക്കണേ കൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി പോവും. അപ്പൊ നിങ്ങൾ സൂക്ഷിച്ച് നെറ്റ് മാറ്റിക്കോ എന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ള് ഇതൊക്കെ ഇങ്ങനെ പഴുത്തിട്ട് ഇട്ടേണേ കേട്ടോ. ഇതൊക്കെ ഫുൾ പഴുത്ത്. ഈ അപ്പുറത്തുള്ളതൊക്കെ പറിച്ച് കഴിച്ചതാ, നെറ്റ് ഇടാത്തതൊക്കെ. നെറ്റ് ഇട്ട് വെച്ചേക്കണത് അവരെല്ലാം ഇനി പറിക്കാനുള്ളതാണ്. ഇതെല്ലാം പഴുത്തേക്ക. ഞാൻ പച്ച ഒന്നും കണ്ടില്ല കേട്ടോ, എല്ലാം പഴുത്ത. അവിടെ പച്ചയായിട്ടുള്ള ഒന്നും ഞാൻ കണ്ടില്ല. നീ കണ്ടോ എവിടെയെങ്കിലും പച്ചയായിട്ട്? ഇല്ല, പച്ചയായിട്ടൊന്നുമില്ല, എല്ലാം പഴുത്തതാ. എല്ലാം പിക്ക് ചെയ്യാൻ പാകത്തിനായിട്ടുള്ളതാ. ഇത് അവിടെയാണ് കേട്ടോ അയാളുടെ വീട്. ഞങ്ങളുടെ വണ്ടി അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തത്. ഇത്ര നടന്നു തന്നെ. മറ്റേ നമ്മൾ പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ സ്ട്രോളർ ഫ്രണ്ട്ലി ഒന്നുമല്ല കേട്ടോ. നമ്മൾ പിള്ളേരെ കയ്യിലെടുത്തിട്ട് വരാൻ പറ്റത്തുള്ളൂ, സ്ട്രോളർ കൊണ്ട് വരാൻ പറ്റില്ല. ഗൂഗിളിൽ നോക്കി 500 മീറ്റർ ഹൈക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൽ കണ്ടു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് ഫാമിലിയൊക്കെ ഇങ്ങനെ നടന്നു വന്നാൽ മതി. ട്രയൽ ഉണ്ടെന്ന് അവർ പറഞ്ഞ് അതിനകത്തുണ്ട്, പക്ഷെ അതൊന്നുമില്ല. Love binds us in every song. Oh, 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 our love grows long. Morning cuddles tight, stories in the night, Maria's lullaby light, Abigail's pure delight. In this world so wide, you're my guide. We stand side by side, our love bonafide. Oh, 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 we're a family strong, joyful hearts where we belong. അപ്പം ഞങ്ങൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ബെറി ഇത്ര ഞങ്ങൾ പറിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പറിക്കാം കേട്ടോ. എന്തോരം വേണമെങ്കിലും ഇത് ഫില്ലാവുന്ന പറിക്കാം. അവരവിടെ നോക്കി അതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് ക്യാഷ് എത്രയാണെന്ന് പറയും. പക്ഷേ ഇവള് അലമ്പാക്കിയെന്ന് വെച്ചാൽ ഇവള് ഇവിടെ കയറി എല്ലാം പറിച്ച് വെക്കണം. മേത്തയോടൊക്കെ ആക്കിയത് കൊണ്ട് ഞങ്ങൾ പിന്നെ നിർത്തി. ഇത്ര പറിച്ചിട്ടുള്ളൂ. അപ്പം ഇനി ഇത് അവിടെ ചെന്ന് എത്ര രൂപ നോക്കിയിട്ട് പേ ചെയ്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഫുൾ ഈച്ചയും കൂടെ ഉണ്ട് കേട്ടോ കുറച്ച്. അപ്പം അതുകൊണ്ട് ബാക്കി നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. ബാബിക്കേ we're a family strong, joyful hearts where we belong. Love binds us in every song. Oh, 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 our love grows long.
ബൈ പറയാം അബിക്ക്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ബില്ല് പേ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കുന്നത്. So we pick for market. Okay. It costs twice as much. $5, $6. Yeah. Yeah. Okay. How did I say this? I got $4. ഇതാണ് ബ്ലാക്ക് കറണ്ട്. ഓ ഇതാണല്ലേ. പൈനുണ്ട് കേട്ടോ. Or about that amount of. താങ്ക് യു. That's alright. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഞങ്ങളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം. വേറെ എവിടെ കയറുന്നില്ല. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നാളത്തേക്ക് മാറ്റി വെച്ചു. ഞങ്ങളിന്നൊരു 10 മണിക്ക് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സിനിപ്ലെക്സിൽ. ഡെഡ് പൂൾ ആൻഡ് വോൾവറൈൻ എന്നും പറഞ്ഞിട്ടൊരു ഫിലിം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും അവധി ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 10 മണിക്കാണ് ഷോ. ഞങ്ങൾ ഇവള് ഉണ്ടായ പിന്നെ അങ്ങനെ ഇവിടുത്തെ തിയേറ്ററിൽ പോയിട്ടില്ല സിനിമയ്ക്ക്. ഇവള് ഇരിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും അടുത്ത മാസം 1 വയസ്സാവും. അപ്പോൾ കുഴപ്പമില്ലായിരിക്കും വിചാരിക്കുന്നു. അപ്പം അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകണം. ഇനി ഭയങ്കര നൈറ്റ് വളരെ കുറവാണ്. നമുക്ക് കൂടുതലും മോർണിംഗ് ആണ്. ഇപ്പോൾ ഒരു 8 മണി 9 മണി വരെയൊക്കെ എന്നൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര സൂര്യപ്രകാശമായിരിക്കും. അതായത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉച്ച പോലെ ആയിരിക്കും. ഒരു 9 മണിക്ക് ശേഷം അവിടെ ഇരുട്ടാവുള്ളൂ. ഹൈഫൈ തന്നെ ആബി, അമ്മയ്ക്ക് ഹൈഫൈ തന്നെ. ഹൈഫൈ ഷേക്കാൻ. എന്താ ഷേക്കാൻ്റെ അപ്പുറത്തെ കൈ കൊണ്ടുതാ അമ്മയ്ക്ക് ഷേക്കാൻ്റെ. ഷേക്കാൻ ഈ കൈ കൊണ്ടുതാ ഷേക്കാൻ. അബികാലിന്റെ വണ്ടി അവിടെ വരെ എത്തി. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഗുഡ് ഗേൾ. ഇവിടെ ഇതേ കാണുന്ന ഒരു സ്കൂളാണ് ഇവിടുത്തെ. ഇപ്പൊ ആ സ്കൂള് ഇവിടെ പൂട്ടിപ്പോയിട്ടോ. പക്ഷെ നമുക്കിത് ഈ സ്കൂൾ ഓപ്പൺ ആയിരുന്നെങ്കിൽ അടുത്തായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ചുണ്ടായുള്ളൂ നമുക്ക് വീട്ടിലേക്ക്. പക്ഷെ അവിടെ എന്തോ കംപ്ലൈന്റ് ഒക്കെ വന്നു, ആ സ്കൂള് പൂട്ടി. അപ്പോൾ അവരിപ്പോൾ മാറ്റി വേറെ ഒരു സ്ഥലത്ത് ഇപ്പോൾ സ്കൂൾ വന്നേക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. നല്ല അടിപൊളി സൺസെറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. Building up our dreams in this place called home. Oh, 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 we're very strong, joyful hearts will we. അപ്പോൾ ഞങ്ങള് വീട്ടിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കലും അങ്ങനെ കുറച്ച് തിരക്കുക കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവളെ കുളിപ്പിക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഡ്രസ്സ് മാറി തല്ലിപ്പിടിച്ചോ. 10 മണിക്കാണ് ഷോ. ഇപ്പോൾ സമയം 9:59 അവരവിടെ എത്തിയെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതിപ്പോൾ സിനിപ്ലെക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വീട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റേ ഉള്ളൂ തിയേറ്ററിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ് കേട്ടോ. ഇപ്പം എത്തും, കുറച്ചും കൂടി കഴിഞ്ഞ് എത്തും. മണിയായല്ലോ. 9:59 ഇറങ്ങിയത് എത്ര? 52 അപ്പൊ എന്തായാലും ഫിലിം തുടങ്ങും നമ്മൾ ചെലപ്പോഴേക്കും അല്ലേ. അത് തന്നെ. ഞങ്ങളിവിടെ എത്തിയിട്ടോ. അവന്മാരവിടെ നടന്നതേ കേറി. ഇല്ല വെക്കണില്ല, ഇല്ല. ഷോ തുടങ്ങിയോന്ന് അറിയില്ല കേട്ടോ.
10 മണിയായി. ഇപ്പം ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങി വീട്ടിലെത്തി. നല്ല സിനിമയായിരുന്നു കേട്ടോ, അടിപൊളി സിനിമയായിരുന്നു. പക്ഷേ കൊച്ച് തുടക്കത്തിൽ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. മറ്റേ 3D കണ്ണടയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നന്നായിട്ട് നിന്നു. തുടങ്ങി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവൾ ഫുൾ സീനായി. അപ്പോൾ അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഇറങ്ങിയില്ല, ഞാനിവിടെ നിന്ന് കണ്ടു. നല്ല സിനിമയായിരുന്നു. ഇവർക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അല്ലേ, ആരാ നിങ്ങൾക്ക് ടിക്കറ്റ് തന്ന്? എനിക്കൊരു കൂപ്പൺ തന്നു. അപ്പോൾ ഇവന് പിന്നെ ഫ്രീ ആയിട്ട് പോയി കാണാം അടുത്ത ദിവസം എപ്പോഴെങ്കിലും. കാരണം കൊച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതുകൊണ്ട് അവർ ഫ്രീ ആയിട്ടൊരു കൂപ്പൺ കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ പോയി കാണാം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അടിപൊളി സിനിമയൊക്കെ ആയിരുന്നു അല്ലേ. അബിഗേൽ കാരണം കാണാൻ പറ്റിയില്ല. ഞാനും ഹാവിയും കൂടെ കൂടിയിട്ട് കൊതുകടി കൊണ്ട് കാറിൻ്റെ അകത്ത് കിടന്നു. അവിടെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ട് അബിഗേലിന് തണുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി അകത്തേക്ക് കയറാൻ പോവാം. കാരണം അവിടെ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ അധികം ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒരു കുഞ്ഞ് ഔട്ടിങ്ങും സൺഡേ ഒക്കെ ആയിട്ട് പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണുമ്പോഴേക്കും ബൈ ബൈ. ബൈ ബൈ പറയാം അബിഗേ.